എടാ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ ഈ ഷോർട്സ് ഒക്കെ ഇതുപോലെ കോമഡി ഷോർട്സ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരാളല്ല. ഞാൻ പല രീതിയിലുള്ള കണ്ടന്റ്സും ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം പറഞ്ഞു കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേക പെർട്ടിക്കുലർ ഇങ്ങനെയുള്ള ഒരു റിയാക്ട് കണ്ടിട്ടാരും ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നില്ല. കാരണം ഇത് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്താണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല. ഞാൻ ഈ സമകാലിക വിഷയങ്ങൾ, രാഷ്ട്രീയം, മതം, അതല്ലെങ്കിൽ ഈ അനീതി, കൊള്ള, അല്ലെങ്കിൽ ഈ സൂക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഏതെങ്കിലും ഒരു വെറൈറ്റി വേണമെന്നുള്ള രീതിയിൽ ചെയ്താണ്. അതുകൊണ്ട് തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ട. ഇങ്ങനെ ഈ ഇത് മാത്രം പ്രതീക്ഷിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യണ്ട. ഇല്ലാത്ത അറിയില്ലെങ്കിൽ ചെയ്തോളൂ, വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ഷോർട്സ് റിയാക്ട് ചെയ്യാൻ വിചാരിക്കാം. നമുക്ക് അങ്ങനെ ഷോർട്സ് ഒക്കെ റിയാക്ട് ചെയ്തിട്ട് കോമഡി കാണിക്കാനുള്ള വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ എന്നാലും പരിശ്രമങ്ങളാണല്ലോ മാർഗങ്ങൾ, അതാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും You're so cute. Can you give me your number maybe? Sorry, I don't like. Why? അത് ശരി, എന്താണ് ആ കാരണം എന്ന് പറയുന്നത് കേക്കട്ടെ. India. Oh, okay, sorry. You don't love India, so. അയ്യോ, ദിസ് യുവർ കാർ. അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്താന്നറിയോ, ഈ പറഞ്ഞാൽ ശരിയാവില്ല. അത്രേ ഉള്ളൂ. You don't love India, so. അതാ കണ്ണ് മഞ്ഞളിച്ച് കഴിഞ്ഞു, കണ്ണ് പുറത്തേക്ക് കണ്ട് തള്ളി കഴിഞ്ഞു. ദിസ് യുവർ കാർ എന്ന് ഞാനൊരു റൈഡിന് വരട്ടെ എന്ന് കൈപ്പോയി. പിന്നെ മോളായിട്ട് ഇന്ത്യക്കാരുടെ പവറൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഇന്ത്യൻസിന്റെ അടുത്ത് നോക്ക് പുച്ഛം. ഈ മറ്റേ ഏതോ യൂറോപ്യൻ രാജ്യമായിരിക്കും, ആ രാജ്യത്തുള്ള ഏതോ ഒരു അങ്ങനെയുള്ള ഒരു പിച്ചക്കാരി. അത്രേ ഉള്ളൂ ഇതൊക്കെ. ആ കാറുണ്ട്. അപ്പൊ യുവർ ഇന്ത്യൻ, ദിസ് യുവർ കാർ. അടാ അത് ഒരു സങ്കടം തന്നെയാണടാ. അത് എന്ത് പറയാനാണ്, അത് ചങ്ങാതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അത് ഒരു തരം സങ്കടമാണ്. അതിങ്ങനെ നിരാശയായിട്ട് അയാൾ ഒന്ന് തീർക്കുന്നുള്ളൂ. അതിന് ഞാൻ ഒരു കുറ്റം പറയില്ലോട്ടെ, എനിക്ക് ഒരു കുറ്റം പറയാനില്ല. കാരണം അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻസ്, അതല്ലെങ്കിൽ ആ രീതിയിൽ അധികം ദാരിദ്ര്യം അനുഭവിക്കാത്ത ആരും ഇവിടെ ഇല്ലല്ലോ അല്ലേ ഗോപുകളെ. Hi, how are you? Hi. Nice to meet you. I'm Idan. I'm Shaili. Yeah, you want to come with me? I'm new in the city. No, I don't come with strange people. Oh, all right. Sorry. Yeah. അതായത് നൈസൊരു മതാം തന്നെ ഇത്. This is your car? This is my car. Yeah. Why? Can I come with you? അയ്യോ അത്രേ ഉള്ളൂ. ഇതെന്താണ് പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ കാഴ്ചപ്പാട്? നമ്മളെ നാട്ടിലുള്ള ആളുകൾ അങ്ങനെ ഒന്നല്ല കേട്ടോ, ഒക്കെ ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ കണ്ട് പഠിക്കണം ഈ മതാവന്മാരൊക്കെ. Speaking my lesson from the brain, seeing the beauty through the. ഒറ്റ വർത്താനം പറയുള്ളൂ, സിഗ്മ. അതാണ് സിഗ്മ മേൽ, കണ്ടില്ലേ? അല്ലെങ്കിൽ ഒരു അൽഫ മേൽ, അല്ലെങ്കിൽ ഒരു ബീറ്റ, എന്തോ ഒരു സാധനമാണ്. ഒരു ഗേളിന് എന്തോ ഒന്ന് ചെയ്തപ്പം ചാട്ടിയരിങ്ങി അടിക്കാനൊക്കെ പാകപ്പെട്ട് നടക്കുന്ന മനസ്സിന് ഉടമ. ഇപ്പൊ സിഗ്മ എന്നോ അല്ലെങ്കിൽ ബീറ്റ മെയിലെന്നോ അല്ലെങ്കിൽ ഒരു അൽഫ മെയിലെന്നോ എന്ത് വേണമെങ്കിലും പറയാം. വിചാരിച്ച് ഇന്ത്യൻസിന്റെ അടുത്തൊക്കെ ഉള്ളു ഇങ്ങനത്തെ പുച്ഛമുള്ളത്. പക്ഷെ സായിപ്പന്മാരും മതമ്മമാരും ഇങ്ങനെ തന്നെയാണ് തേക്കുന്നത്. സമാധാനമായി. അതിന്റെ മുഖം നോക്കിയാടാ, എന്താടാ എനിക്കിൻ്റെ അത്ര പുച്ഛം. നായിന്റെ മോനെ ആ ചങ്ങായിന്റെ അടുത്ത് ആ നായി ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനല്ലേ? എന്നാലും ഇത് ഇത്തിരിയെങ്കിലും ഐസ്ക്രീം അതിന് കൊടുത്തല്ലോ, അതൊരു സന്തോഷം. മാസമായിട്ടുണ്ടോ? പക്ക മാസം. അത് എന്തോ ഒരു പ്രത്യേകതര അവതാരമായിരിക്കണം. അപ്പം കൽക്കൊക്കെ അവതരിക്കാനൊക്കെ ഇരിക്കുകയാണല്ലോ. ഇപ്പൊ ആ രീതിയിൽ എന്തോ ഒരു അവതാരമായിരിക്കും. ആ ട്രെയിൻ അങ്ങോട്ട് മാറിപ്പോയത് ഏറ്റവും നല്ലൊരു കാലം. എന്തൊക്കെയോ തരത്തിലുള്ള ആളുകളുണ്ടാ. എനിക്ക് മനസ്സിലാത്ത എന്താ പറയുക, ഇതുപോലുള്ള ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഈ ഇറച്ചിക്കടലൊക്കെ ഉള്ള ബ്രോയിലർ കോഴികളുണ്ട്, അവിടെ ആയിട്ടുള്ള ജീവനോട്ടൊക്കെ തന്നെ പിടിച്ച് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുമാതിരി മണ്ണ വൈന്ത് നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കുള്ളൂ. അതേമാതിരിയുള്ള ആളുകൾ ഇപ്പം ഇന്ത്യയിലെ റോട്ടിൽ കൂടെയൊക്കെ വണ്ടി ആയിട്ടൊക്കെ പോണ അങ്ങനെ ഈ ഒരു പറഞ്ഞ യുദ്ധം ഉണ്ടല്ല ബ്രോയിലർ കോയിന്റെ. ഈ അറവകടയിലുള്ള ബ്രോയിലർ കോയിനെ ഇറച്ചി കോയിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിറ്റിങ്ങനെ ഇങ്ങനെ വൈന്ത് നടക്കുന്ന പോകുന്നു. അതേമാതിരിയുള്ള ആളുകളാണ്.